الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്ക് സൂറത്തുൽ അറാഫിലെ 145, 146, 147 സൂക്തങ്ങൾ രണ്ടും പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سأصرف عن آياتي الذين يتكبرون في الأرض بغير الحق وإن يروا كل آية لا يؤمنوا بها وإن يروا سبيل الرشد لا يتخذوه سبيلا وإن يروا سبيل الغي يتخذوه سبيلا ذلك بأنهم كذبوا بآياتنا وكانوا عنها غافلين. والذين كذبوا بآياتنا ولقاء الآخرة حبطت أعمالهم هل يجزون إلا ما كانوا يعملون. സഅസ്രിഫു, പിന്നെ നാം തെറ്റിച്ചു കളയും, അന്നായാത്തി നമ്മുടെ വചനങ്ങളിൽ നിന്നും സൂക്തങ്ങളിൽ നിന്നും, അല്ലദീന യതകബ്ബറൂന ഫിൽ അർദ് ഭൂമിയിൽ അഹങ്കാരം നടിക്കുന്നവരെ, ബിഗൈരിൽ ഹഖ് അവകാശമില്ലാതെ അർഹതയില്ലാതെ, വഇൻ യറൗ കുല്ല ആയത്തിൻ എല്ലാ തരം ദൃഷ്ടാന്തങ്ങൾ അടയാളങ്ങൾ സൂക്തങ്ങൾ അവർ കണ്ടാലും ലാ യുഅ്മിനു ബിഹ അവർ അതിനെ വിശ്വസിക്കുകയില്ല. വഇൻ യറൗ സബീല റുഷ്ദി വിവേകത്തിൻ്റെ വഴി കണ്ടാലും ലാ യത്തഖിദൂഹു സബീല അതിനെ തങ്ങളുടെ വഴിയായി സ്വീകരിക്കുകയില്ല. വഇൻ യറൗ സബീലൽ ഗയ്യി അവിവേകത്തിൻ്റെ വിവരക്കേടിൻ്റെ വിഡ്ഢിത്തത്തിൻ്റെ വഴി കണ്ടാലോ യത്തഖിദൂഹു സബീല അവർ അതിനെയാണ് തങ്ങളുടെ വഴിയായി സ്വീകരിക്കുക. ദാലിക ബിഅന്നഹും കദ്ദബൂ ബിആയാത്തിന അവർ അല്ലാഹുവിൻ്റെ വചനങ്ങളെ തള്ളിക്കളഞ്ഞു എന്നതാണ് അതിനു കാരണം. വകാനൂ അൻഹാ ഗാഫിലീൻ അതിനെ സംബന്ധിച്ചവർ അശ്രദ്ധയിലുമായിരുന്നു. വല്ലദീന കദ്ദബൂ ബിആയാത്തിന നമ്മുടെ വചനങ്ങളെ, നമ്മുടെ നിയമങ്ങളെ, നമ്മുടെ അടയാളങ്ങളെ തള്ളിക്കളഞ്ഞവർ, വലിഖാഇൽ ആഖിറത്തി പരലോകത്തെ കാണുമെന്നതിനെയും തള്ളിക്കളയുന്നവർ, ഹബിത്വത് അഅ്മാലുഹും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായിട്ടുണ്ട്. ഹൽ യുജ്സൗന ഇല്ലാ മാ കാനൂ യഅമലൂൻ ഹൽ യുജ്സൗന അവർക്ക് പ്രതിഫലം നൽകപ്പെടുന്നുണ്ടോ, ഇല്ലാ മാ കാനൂ യഅമലൂൻ അവർ പ്രവർത്തിച്ചതു തന്നെയല്ലാതെ. സഅസ്രിഫു അൻ ആയാത്തിയ സ്വറഫന തെറ്റിച്ചു കളഞ്ഞു, തിരിച്ചു വിട്ടു എന്നൊക്കെയാണ്. അസ്രിഫു എന്നാൽ ഞാൻ തെറ്റിച്ചു വിടും, അൻ ആയാത്തിയ നമ്മുടെ വചനങ്ങളിൽ നിന്നും നമ്മുടെ വചനങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ, ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ അതിനെ അവഗണിച്ച് കളയും അവർ. അത് നമ്മൾ ചെയ്യുന്നതാണെന്ന് അള്ളാഹ് പറയുന്നത്. അപ്പോൾ അള്ളാഹ്ക്ക് എന്താ ഓലോട് ഇത്ര ഈറ? അങ്ങനെ ചിലപ്പോൾ നമുക്കും തോന്നുമല്ലോ. അത് നമുക്കൊക്കെ പലരും പറയലുമുണ്ട്, അല്ല എന്നെ അങ്ങനെ ആക്കി അതുകൊണ്ട് ഈ അങ്ങനായി, അല്ല എന്നെ അങ്ങനെ ആക്കി അതുകൊണ്ട് ഈ അങ്ങനെയായി അല്ലേ സംഭവം. അപ്പോൾ അല്ല എന്നെ വഴിവഴപ്പിച്ചതല്ലേ, അതന്നെയല്ലേ ഞാൻ അങ്ങനെ ആയത്. ഇബ്ലീസും പറഞ്ഞല്ലോ, ഫബിമ അഗ്വൈതനി നീ എന്നെ വഴിതെറ്റിച്ചു, അഗ്വൈത അതിനെ എവിടെ വയ്യ് ഫബിമ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം നീ എന്നെ വഴിതെറ്റിച്ചതാ, അതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും വഴിതെറ്റിക്കാൻ പോണത് എന്ന് ഇബ്ലീസും പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ വഴി തെറ്റിക്കുക എന്നത്
എല്ലാ കാര്യവും അല്ല തന്നെയല്ലേ ചെയ്യുന്നത്. തീ ഇവിടെ കത്തുന്നുണ്ട്, അതിൽ ചവിട്ടിയാൽ പൊള്ളും. പിന്നെ പോയി ചവിട്ടിക്കാണ്ട് പിന്നെ അള്ള പൊള്ളിച്ചതല്ലാരും, അത് അള്ളാൻ്റെ നിയമമാണ്. ചവിട്ടിയാൽ പൊള്ളും എന്നുള്ളത്. ചവിട്ടരുത് നമുക്ക് അറിയണം, അത് അനുഭവത്തിൽ നിന്ന് നമുക്കറിയാം. വെള്ളത്തിൽ നീന്താൻ കഴിയാത്ത വലിയ കുഴിയിലും കുണ്ടിലും ഇറങ്ങിയാൽ മുങ്ങിപ്പോകുന്ന ഉറപ്പാണ്. അള്ള തന്നെ മുക്കിക്കൊന്നതാണെന്ന് പറയാൻ പറ്റില്ല. അതിൽ മുങ്ങരുത്. അതിനാണ് ഈ വിവേകം എന്ന് പറയുന്നത്. അതിനാണ് വിവേകം തന്നിരിക്കുന്നത്. അതുപോലെ വഴികേടിൻ്റെ തെറ്റിൻ്റെയും തിന്മയുടെയും വഴി തന്നെ സ്വീകരിക്കുള്ളൂ. പിന്നെ അള്ള തന്നെ തെറ്റിച്ചാറിട്ട് കാര്യമില്ല. അത് സ്വീകരിച്ചാൽ അതിൽ തന്നെ അങ്ങനെ പോകും. വെള്ളത്തിലിറങ്ങിയാൽ മുങ്ങും, തീ ചവിട്ടിയാൽ പൊള്ളും. അതേമാതിരി തെറ്റിൻ്റെ വഴി പോയാൽ പിന്നെയും തെറ്റിൻ്റെ വഴിക്ക് തന്നെ പോകും. അത് അള്ളാൻ്റെ നിയമമാണ്. അതിന് അള്ളാഹിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലത് അള്ളാഹുവിലേക്ക് തന്നെ ചേർത്ത് പറയും ചെയ്തു. അതാണ് ഇവിടെ അള്ളാഹുൽ സാസ്വരിഫു. അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ തെറ്റിച്ചു വിടുക. അത് അള്ളാഹിൻ്റെ നിയമമാണ്. നമ്മൾ തീ ചവിട്ടി പൊള്ളിയിട്ട് പിന്നെ അള്ള തന്നെ പൊള്ളിച്ചു, നരകത്തിൽ വീണിട്ട് അള്ള തന്നെ നരകത്തിലിട്ടു. അള്ള തന്നെ ഇടുന്നത്. പക്ഷെ അതിന് ഇടാനുള്ള കാരണം ആരാ ഒരുക്കിയത്? അത് അവൻ സ്വയം ചെയ്യുക. അതിനുള്ള സൗകര്യം അള്ളാഹ് തന്നിട്ടുണ്ട്, ബുദ്ധി തന്നിട്ടുണ്ട്, വിവേകം തന്നിട്ടുണ്ട്, സത്യാസത്യ വിവേചനം അത് ഓരോരുത്തരുടെ മനസ്സിലും അള്ളാഹ് നിക്ഷേപിച്ചിട്ടുണ്ട്. നന്മ തിന്മ ബോധങ്ങൾ, അല്ലെങ്കിൽ സത്യാസത്യ വിവേചന ബോധം. അതാണ് അള്ളാഹു അവനിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. സംഗതി എല്ലാം ഉത്ഭൂതമാക്കുന്നത് അള്ളാഹു തന്നെയാണ്. സാസ്വരിഫു സ്വറഫ അൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ നിന്ന് അകന്നു പോകുക എന്നാണ്. അടുക്കാതെ അകന്നു പോകുന്നതിനാണ് സ്വറഫ അൻ എന്ന് പറയുക. അത് അള്ളാഹു അവനിലേക്ക് ചേർത്ത് പറയാം. അസാസ്വരിഫു, ഞാൻ തെറ്റിച്ചു കളയും, തിരിച്ചു കളയും. അൻ ആയാതി, നമ്മുടെ വചനങ്ങളിൽ നിന്നും. അല്ലദീന യതകബ്ബറൂന ഫിൽ അർളി, കിബിർ കാണിക്കുന്ന ആൾക്കാർ. അള്ളാഹ്ക്ക് ഒരിക്കലും ഇഷ്ടമല്ലാത്തൊരു വലിയ പാപ്പാണ് കിബിർ പറഞ്ഞാൽ എന്താ? ഞാൻ തന്നെ വലിയവൻ, ഞാൻ തന്നെ. ഇബ്ലീസിൻ്റെ സ്വഭാവം തന്നെയാണ്. പിന്നെ ഫിറഔനിൻ്റെ സ്വഭാവമാണ്. ഫിറഔനിൻ്റെ പിൻഗാമികളുടെയും സ്വഭാവമാണ് അത്. കിബിർ അള്ളാൻ്റെ സ്വഭാവമാണ് ആവേണ്ടത്. മുത്തക്കബ്ബിർ എന്ന് അള്ളാൻ്റെ പേരാണ്. അപ്പം നമുക്ക് ആർക്കും അഹങ്കരിക്കാൻ അവകാശമില്ല. അത് നമ്മൾ മനസ്സിലാനേക്കാളും ഉത്തമൻ ഞാനാണ്, എനിക്ക് നല്ല സമ്പത്തുണ്ട്, ഞാൻ വലിയ തറവാട്ടുകാരനാണ്. അങ്ങനെ ഉണ്ടല്ലോ ആൾക്കാർക്ക്. എനിക്ക് നല്ല ശരീരമുണ്ട്, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് നല്ല ജോലിയുണ്ട്, എനിക്ക് നല്ല സ്വാധീനമുണ്ട്, എനിക്ക് അധികാരമുണ്ട്. ഇങ്ങനെയൊക്കെയാണല്ലോ മനുഷ്യന്മാർ അഹങ്കരിക്കുക. യഥാർത്ഥത്തിൽ അതൊന്നും അഹങ്കരിക്കാനുള്ള ഉപാധികളല്ല. അതൊക്കെ ജനങ്ങൾക്ക് സഹായം സൗകര്യമായി തീരാനുള്ള വഴികളായിട്ടാണ് യഥാർത്ഥ മൂമിനായ ആളുകൾ സ്വീകരിക്കുക. ഇവിടെ കിബിർ കാണിക്കുക, ഞാൻ തന്നെയാണ് വലിയ, അള്ളാഹിൻ്റെ നിയമത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാ കാര്യവും എനിക്കാരും പറഞ്ഞുതരൊന്നും വേണ്ട. അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർ. ഒരു ഖുർആൻ പഠിപ്പിക്കലേരം വന്നിരിക്കണം. ഇത് കുറേയൊക്കെ ഞമ്മക്കും തിരികെ കുറച്ച് കാലമായില്ലേ. ഇങ്ങനെ അഹങ്കരിക്കുക. നിങ്ങൾ മാത്രം ഒരു പുതിയ ദീന്, നിങ്ങൾ മാത്രം ഒരു പടച്ചോനെ പേടിയുള്ള ആൾക്കാർ, ഇങ്ങനെയൊക്കെ. നമ്മളോട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല, നമ്മളോട് ഇങ്ങനെ വിശദീകരിക്കാൻ അങ്ങോട്ടോട്ട് വരും വേണ്ട. ഇങ്ങനെയൊക്കെ പറയുന്ന കിബിർ കാണിക്കുന്നവർ, അവർക്ക് അള്ളാഹിൻ്റെ വചനങ്ങൾ മനസ്സിലാവില്ല. മനസ്സിലാക്കാനുള്ള അവസരം കിട്ടിയാലും ഓൽക്ക് അവിടെ ഒന്നും ഇരിക്കാൻ കഴിയില്ല. കിബിറാണ് അവർക്ക്. അവിടെ അങ്ങനെയുള്ള സഭയിലും സദസ്സിലും ഒന്നും ഇരിക്കാനും കേൾക്കാനും ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. എന്താ കാരണം? അഹങ്കാരം. എനിക്കും അതിനേക്കാളും വിവരമുണ്ട്, ഞാനും കുറച്ചൊക്കെ വിവരമുള്ള ഇതാണ്. ഇങ്ങനെയുള്ള അഹങ്കാരികളെ നാം നമ്മുടെ വചനത്തിൽ നിന്ന് അകറ്റിക്കളയും. ഫിൽ അർളി, ഭൂമിയിൽ കിബിർ കാണിക്കുക. അന ഖൈറും മിൻഹു, അതാണ് കിബിറിൻ്റെ വാചകം. ഇബ്ലീസ് അതാ പറഞ്ഞു, അന ഖൈറും മിൻഹു. അത് തന്നെയാണ് ഫിറൗനും പറഞ്ഞത്, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. ആ ഒരു ബോധമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവന് നമ്മുടെ വചനങ്ങളിലേക്ക് അടുക്കാൻ കഴിയില്ല. ബി ഗൈറിൽ ഹക്ക്, ന്യായമല്ലാതെ. അതിനൊരു ന്യായമല്ല മനുഷ്യന് എന്താ അഹങ്കരിക്കാനുള്ളത്? ഏത് കാര്യത്തിലാണ് മനുഷ്യൻ മറ്റു ജീവികളെക്കാൾ, പലതിലും മറ്റു ജീവികളെക്കാളൊക്കെ താഴെയാണ് മനുഷ്യൻ. പലതിലും മറ്റു ജീവികളെക്കാളും താഴെയാണ്. ഈ ബുദ്ധിയും വിവേകത്തിലും മാത്രം മീതയുള്ളത്. മറ്റു ജീവികൾ അവർക്ക് നമ്മൾ എത്തൂല, പല വിഷയത്തിലും എത്തൂല. അത് നമ്മളുടെ കഴിവും മറ്റു ജീവികളുടെ കഴിവും തമ്മിൽ താരതമ്യം ചെയ്ത് നമുക്കറിയാതെ. വഇൻ യറൗ കുല്ല ബി ഗൈറിൽ ഹക്ക്, ന്യായമില്ലാതെ അർഹതയില്ലാതെ. വഇൻ യറൗ കുല്ല ആയത്തിന്, എന്ത് തരം അടയാളങ്ങൾ, മുഴുവൻ അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളും സൂക്തങ്ങളും വചനങ്ങളും കണ്ടാലും, ആയത്തിന് ഖുർആൻ സൂക്തങ്ങൾ എന്ന് അർത്ഥമുണ്ടല്ലോ, പ്രപഞ്ചത്തിലെ അടയാളങ്ങൾ എന്ന് അർത്ഥമുണ്ട്. ലാ യുമിനു ബിഹ, അവരത് വിശ്വസിക്കൂല. അവരത് അള്ളാഹുവിൽ നിന്നാണെന്നും
അതെൻ്റെ ജീവിതത്തിൻ്റെ നിയമമാണെന്നും ഈ അത്ഭുതങ്ങളൊക്കെ ഞാൻ കാണുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവമാണെന്നും അത് അള്ളാഹുവിനെ അംഗീകരിക്കേണ്ടതിനുള്ള ന്യായവും തെളിവുമാണെന്നും അവർ മനസ്സിലാക്കൂല. അതാണ് ലാ യുമിനു ബിഹ. വഇൻ യറൗ സബീല റുഷ്ദി, വിവേകത്തിൻ്റെ, സന്മാർഗത്തിൻ്റെ, ധർമ്മത്തിൻ്റെ വഴി കാണിച്ചു കൊടുത്താൽ അവരത് കണ്ടാലും ലാ യത്തഖിദൂഹു സബീല, അതാണ് ശരിയായ വഴി എന്നവർ മനസ്സിലാക്കൂല, അവർ ഉൾക്കൊള്ളൂല. ഇത് തന്നെയാണ്, ഇത് ഖുർആൻ്റെ വഴിയാണ്, അത് തന്നെയാണ് ശരി എന്ന് മനസ്സിലാക്കും. എനിക്ക് എൻ്റെ ഒരു വഴിയുണ്ട്, എനിക്ക് എൻ്റെ ഒരു പാരമ്പര്യമുണ്ട്, എനിക്ക് എൻ്റെ സമുദായത്തിൻ്റെ ഒരു വഴിയുണ്ട്, എൻ്റെ സമുദായം പഠിപ്പിച്ച അല്ലെങ്കിൽ ഭൂരിഭാഗത്തിൻ്റെ ഒരു മാർഗമുണ്ട്, അതേ ഞാൻ സ്വീകരിക്കൂ എന്ന് പറയുന്ന സ്വഭാവം. ലാ യത്തഖിദൂഹു സബീല. വഇൻ യറൗ സബീലൽ ഗയ്യ്, അവിവേകത്തിൻ്റെ, റുഷ്ദ് എന്നുള്ളതിൻ്റെ വിപരീതമാണ് ഗയ്യ്, വിവരക്കേട്, വിഡ്ഢിത്തം എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അവിവേകത്തിൻ്റെ വഴി കണ്ടാലോ യത്തഖിദൂഹു സബീല, അത് വേഗം സ്വീകരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് സന്മാർഗത്തിൽ നിന്ന് അകന്നു അങ്ങനെയുള്ളവരെയാണ് നാം സന്മാർഗത്തിൽ നിന്ന് അകറ്റിയത് എന്ന് അല്ലാഹു തആല പറയണത്. എന്തെങ്കിലും ഒരു വേണ്ടാധീനം കണ്ടാൽ ഉടനെ അതിൻ്റെ പിന്നാലെ കോടിയെടുത്ത് അവിടെ ഉണ്ടാകും. പൂരുണ്ടെങ്കിൽ അവിടെ എത്തും, നേർച്ച ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ വേണ്ടാത്ത രംഗത്ത് എല്ലായിടത്തും ഉണ്ടാകും. എന്നാൽ നന്മയുടെ, സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, അള്ളാഹുവിൻ്റെ നിയമത്തിൻ്റെ കൂടെ അങ്ങനെയുള്ള സഭയുടെയോ സദസ്സിൻ്റെയോ ആളുകളുടെയോ കൂടെ ഉണ്ടാവില്ല. എവിടെങ്കിലും 4 ആൾ കൂടി കണ്ട് വടക്കം പൊട്ടിക്കാനും അവിടെ കളിക്കാനും ചിരിക്കാനും വിനോദിക്കാനും ഉറക്കൊഴിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എത്തുന്നതിനൊരു മടി ഉണ്ടാവില്ല. അതാണ് വിവേകത്തിൻ്റെ വഴി. അത് എല്ലാവർക്കും, മുസ്ലിമീങ്ങൾക്കും അല്ലാത്തവർക്കും ഉണ്ട്. സന്മാർഗത്തിൻ്റെയും വിവേകത്തിൻ്റെയും വഴി പറഞ്ഞു കൊടുത്താൽ അത് സ്വീകരിക്കാതെ അവിവേകത്തിൻ്റെ വഴി സ്വീകരിക്കുന്ന ആളുകൾ. അതാണ് വൈൻ യറൗ സബീലൽ ഗയ്യ് യത്തഖിദൂഹു സബീൽ, അത് തങ്ങളുടെ ജീവിത വഴിയായി സ്വീകരിക്കും. ബിഅന്നഹും കദ്ദബൂ ബിആയാത്തിന, അവരൊക്കെ നമ്മുടെ വചനങ്ങളെ തള്ളിക്കളഞ്ഞു എന്നതാണ് അതിന് കാരണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓതിക്കേൾപ്പിക്കുമ്പോൾ ഖുറൈശികളിലെ ബഹുഭൂരിഭാഗം ആൾക്കാരുടെ, അറബികളിലെ ബഹുഭൂരിഭാഗം ആളുകളുടെ നിലപാടിതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത് വിവേകത്തിൻ്റെ വഴിയാണ്. അദ്ദേഹത്തിൻ്റെ മറുപക്ഷത്ത് നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രതിയോഗികളുടെ സ്ഥാനത്ത് നിൽക്കുന്നത് അവരെല്ലാവരും അവിവേകത്തിൻ്റെ വഴിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. വകാനു അൻഹാ ഗാഫിലീൻ, ഈ വിവേകത്തിൻ്റെ വഴിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബി ആയാത്തിന, നമ്മുടെ വചനങ്ങളെ സംബന്ധിച്ച് അവരൊക്കെയും അശ്രദ്ധയിലാകുന്നു. അശ്രദ്ധയിലാകാൻ പാടില്ല എന്നാണ് നമ്മളെ ഉണർത്തുന്നത്. സൂറത്തു അഅ്റാഫ് തന്നെ 205-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വലാ തകും മിനൽ ഗാഫിലീൻ, അശ്രദ്ധയിൽപ്പെടേണ്ട, ശ്രദ്ധയോടുകൂടി ജീവിച്ചോളൂ. ഓരോ കാര്യവും ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ചുകൊള്ളൂ, ഓരോ കാര്യവും ശ്രദ്ധയോടുകൂടി കേട്ടുകൊള്ളൂ. എന്നിട്ട് ശരിയും തെറ്റും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ശരിയുടെ കൂടെ നിൽക്കുക, അവിവേകത്തിൻ്റെയും അസത്യത്തിൻ്റെയും കൂടെ നിൽക്കരുത് എന്ന് അല്ലാഹു തആല തീർത്തും പേർത്തും നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. വല്ലദീന കദ്ദബൂ ബിആയാത്തിന, നമ്മുടെ വചനങ്ങളെ, നമ്മുടെ സൂക്തങ്ങളെ, നമ്മുടെ നിയമങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുള്ളവർ, വലിഖാഇൽ ആഖിറത്തി, പരലോകത്തെ നേരിടേണ്ടി വരുമെന്നും കണ്ടുമുട്ടേണ്ടതുണ്ടെന്നും ഉള്ളതിനെയും നിഷേധിക്കുന്നവർ, ഹബിതത് അഅ്മാലുഹും, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നിഷ്ഫലമാണ്. അപ്പോൾ പിന്നെ ഗാന്ധിജി സ്വർഗത്ത് പോകൂലേ, EMS നമ്പൂതിരിപ്പാട് നരകത്തിലാകോ എന്നൊന്നും ചോദിക്കുന്ന വിവരം കെട്ട ചോദ്യത്തിൽ ഒരർത്ഥമില്ല. അള്ളാഹുവിൻ്റേതാണ് സ്വർഗനരകങ്ങൾ, അള്ളാഹുവിൻ്റേതാണ് പ്രപഞ്ചമാസകലം. അള്ളയാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ വചനത്തെ തള്ളിക്കളഞ്ഞവരും പരലോകമുണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തെ നിഷേധിച്ചവരും അവരെന്ത് അമൽ ചെയ്താലും അത് നിഷ്ഫലമായിരിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്വർഗത്തിനുള്ള യോഗ്യത അള്ളാഹുവിനെ വിശ്വസിക്കുക, അവൻ്റെ പരലോകത്തെ വിശ്വസിക്കുക, അവൻ്റെ നിയമങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇത് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, അള്ളാഹുവിൻ്റെ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് അള്ളാഹു തആല അത് വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയ നിയമമൊന്നുമല്ല. അള്ളാഹ് പറഞ്ഞ നിയമം മുസ്ലിമീങ്ങൾ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നു എന്ന് മാത്രം. വല്ലദീന കദ്ദബൂ ബിആയാതിന വലിഖാഇൽ ആഖിറത്തി ഹബിതത് അഅ്മാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി. ദുനിയാവിൽ അതിന് ഫലമുണ്ട് കേട്ടോ, ദുനിയാവിൽ അതിന് വലിയ സ്വാധീനവും വലിയ ഫലവുമുണ്ട്. ഇവിടെ പറയുന്നത് പരലോകത്തിൻ്റെ കാര്യമാണ്. പരലോകം തന്നെ നിഷേധിക്കുന്ന ആളുകൾക്ക്, അങ്ങനെ ഒരു സംവിധാനം തന്നെ ഇല്ല എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ എന്താ സ്വർഗം?
അവർക്ക് പിന്നെന്താ നരകം? അതൊന്നും അവർക്ക് വിഷയമാവണില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ചർച്ച നിഷ്ഫലമാണ്. ഹബിത്തത്ത് അഅ്മാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ ഹുബൂത്ത് എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നിഷ്ഫലമായി പോവുക എന്നാണ്. അത് ഒട്ടകത്തിൻ്റെ ഒരു രോഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പദമാണ്. ഹൽ യുജ്സൗന ഇല്ലാ മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലം തന്നെയല്ലേ അവർക്ക് കിട്ടിയത്. ഓരോരുത്തർക്കും എന്താ കിട്ടണത്? അവനവൻ്റെ പ്രവർത്തന ഫലമാണ്. അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നിലപാടും നമ്മുടെ ഇടപാടും നമ്മുടെ പ്രവർത്തനങ്ങളും അള്ളാഹുവിന് പൊരുത്തപ്പെട്ടതും ഇഷ്ടപ്പെട്ടതുമാണോ അതാകണമെങ്കിൽ എന്ത് വേണം? സബീലുർ റുഷ്ദ് സ്വീകരിക്കണം. സബീലുർ റുഷ്ദ് എന്താണ്? ഖുർആൻ്റെ വഴിയാണ്. അതിനാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയത്. ജനങ്ങൾ സബീലുർ റുഷ്ദ് സ്വീകരിക്കാൻ, വിവേകത്തിൻ്റെ വഴി സ്വീകരിക്കാനാണ് ഖുർആൻ അള്ളാഹു തആല അവതരിപ്പിച്ച് നൽകിയത്. അതിനാണ് പ്രവാചകനെ നിയോഗിച്ചത്. ആ വഴി സ്വീകരിച്ച് കഴിഞ്ഞാൽ അവർക്ക് രക്ഷയുണ്ട്. അല്ലെങ്കിൽ ഹൽ യുജ്സൗന, നിഷ്ഫലമായ അമൽ നിഷ്ഫലമായവരെ സംബന്ധിച്ച് ഹൽ യുജ്സൗന ഇല്ലാ മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനുള്ള ഫലം തന്നെയല്ലേ അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്നുകൂടി അർത്ഥമൊന്ന് അവസാനിപ്പിക്കാം. സഅസ്രിഫു അൻ ആയാതിന അല്ലദീന യതകബ്ബറൂന ഫിൽ അർദ്, നമ്മുടെ വചനങ്ങളെ സംബന്ധിച്ച് അഹങ്കരിച്ചവരിൽ നിന്ന് നാം തെറ്റിച്ചു കളയും. നമ്മുടെ അല്ലദീന യതകബ്ബറൂന ഫിൽ അർളി, നമ്മുടെ വചനങ്ങളിൽ നിന്ന് നാം അവരെ അഹങ്കരിച്ചവരെ തെറ്റിച്ചു കളയും. ബിഗൈരിൽ ഹഖ്, അന്യായമായിക്കൊണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ സന്മാർഗം സ്വീകരിക്കണം, പ്രാപിക്കണം എന്നൊരാഗ്രഹമുള്ളവർക്ക് അതിനുള്ള അവസരം കിട്ടും. അല്ലാത്തവരെ അള്ളാഹു തആല അതിൽ നിന്ന് അകറ്റും എന്നാണ് പറഞ്ഞു കൊണ്ടുവരുന്നതിൻ്റെ ചുരുക്കം. ബിഗൈരിൽ ഹഖ്, അന്യായമായി. വഇൻ യറൗ കുല്ല ആയത്തിൻ ലാ യുഅ്മിനൂ ബിഹാ, ഏതു തരം അടയാളങ്ങൾ കണ്ടാലും അവർ അത് വിശ്വസിക്കുകയില്ല. വഇൻ യറൗ സബീല റുഷ്ദി, വിവേകത്തിൻ്റെ വഴി കണ്ടാൽ ലാ യത്തഖിദൂഹു സബീല, അതിനെ തങ്ങളുടെ വഴിയായി ജീവിതമാർഗമായി സ്വീകരിക്കുകയില്ല. വഇൻ യറൗ സബീലൽ ഗയ്യി, അവിവേകത്തിൻ്റെ വഴി കണ്ടാലോ യത്തഖിദൂഹു സബീല, അവരതിനെയാണ് തങ്ങളുടെ ജീവിതമാർഗമായി സ്വീകരിക്കുക. ദാലിക ബിഅന്നഹും കദ്ദബൂ ബിആയാതിന, അവർ നമ്മളുടെ വചനങ്ങളെ തള്ളിക്കളഞ്ഞു എന്നതാണ് അതിന് കാരണം. വകാനൂ അൻഹാ ഗാഫിലീൻ, അവർ അതിനെ സംബന്ധിച്ച് അശ്രദ്ധയിലുമായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ സൂറത്തു ഗാഫിലീൻ എന്നുള്ള പദം മനസ്സിലാക്കാൻ സൂറത്ത് അഅറാഫിലെ 179 പദവും സൂക്തവും 205 സൂക്തമൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ സൂറത്തു സുമറിലെ 56, 57, 58, 59. അപ്പോൾ നമുക്ക് ഈ ആയത്തിൻ്റെ ഒരു വിശദീകരണം കൂടി മനസ്സിലാവും. 56, 57, 58, 59 സൂറത്തു സുമറും സൂറത്തു അഅറാഫിലെ 179, 205 സൂക്തങ്ങളും നിങ്ങൾ സൗകര്യം പോലെ ഒന്ന് വായിച്ചു നോക്കണം. ദാലിക ബിഅന്നഹും കദ്ദബൂ ബിആയാതിനാ വകാനൂ അൻഹാ ഗാഫിലീൻ, അവർ നമ്മുടെ വചനങ്ങളെ സംബന്ധിച്ച് അശ്രദ്ധരായിരുന്നു, തള്ളിക്കളഞ്ഞു എന്നുള്ളതും അതിനെ സംബന്ധിച്ച് അശ്രദ്ധരായിരുന്നു എന്നുള്ളതുമാണ് കാരണം. വല്ലദീന കദ്ദബൂ ബിആയാതിനാ, നമ്മുടെ സൂക്തങ്ങളെ തള്ളിക്കളഞ്ഞവർ, വലിഖാഇൽ ആഖിറത്തി, പരലോകത്തെ കണ്ടുമുട്ടുമെന്നതും. ലിഖാ തന്നെ കണ്ടുമുട്ടുക. എന്താ ഈ പരലോകത്തെ കണ്ടുമുട്ടുക എന്ന? അവിടെ ചെന്ന് മരണാനന്തരം അള്ളാഹു വിചാരണ ചെയ്യുമെന്ന ബോധം, അതിനനുസരിച്ച് സ്വർഗനരകങ്ങളുണ്ടാകുമെന്ന ബോധം, എന്ന അറിവ്, അതിനെ തള്ളിക്കളയുകയും ചെയ്തവർ ഹബിതത് അഅ്മാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായിട്ടുണ്ട്. ഹൽ യുജ്സൗന, അവർക്ക് പ്രതിഫലം നൽകപ്പെടുമോ? ഇല്ലാ മാ കാനൂ യഅ്മലൂൻ, അവർ പ്രവർത്തിച്ചതല്ലാതെ, ഓരോരുത്തരും പ്രവർത്തിച്ചതിനനുസരിച്ചുള്ള പ്രതിഫലമല്ലാതെ അവർക്ക് നൽകപ്പെടുകയില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, അവനെ അംഗീകരിച്ചും അവനെ ആരാധിച്ചും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചും അതിനുവേണ്ടി ജീവിച്ചും അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മിനൽ ഖുർആനി മാ ജഹൽനാ വദക്കിർനാ മിൻഹു മാ നസീനാ വർസുഖ്നാ തിലാവതഹു ആനാ അൽ-ലൈലി വഅത്റാഫൻ നഹാർ. അല്ലാഹ് ഞങ്ങൾക്ക് എന്നും നിൻ്റെ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകണേ. മുസ്ലിം സമുദായത്തെ നീ രക്ഷപ്പെടുത്തുമാറാകണേ. ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ നിയമങ്ങളെ മുഴുവനും കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നാഥാ നീ സഹായിക്കുമാറാകണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.